RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് ഇതിഹാസങ്ങൾ പടിയിറങ്ങുകയാണ്. ബയൺ മ്യൂണിക്കിന്റെ തോമസ് മുള്ളർ ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റിന്റെ കെവിൻ ഡി ബ്രൂയ്ൻ. അതെ, ഇവര് രണ്ടുപേരും ഈ സീസണോട് കൂടിയിട്ട് ക്ലബ്ബ് വിട്ടു പോവുകയാണ്. കുറെ കാലത്തെ അവരുടെ ക്ലബിലുള്ള വിശേഷങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ന്യൂസാണ്. ഇപ്പൊ കെവിൻ ഡി ബ്രൂയ്ന് ഈ സീസണോട് കൂടിയിട്ട് മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ തോമസ് മുള്ളറിനെ ക്ലബ്ബ് ഇനി കരാറ് പുതുക്കണ്ടെന്ന് പറഞ്ഞു. എന്താ പറയുക, നീണ്ട ഒരുപാട് കാലം 27 വർഷങ്ങളാണ് തോമസ് മുള്ളർ ബയൺ മ്യൂണിക്കിന് വേണ്ടി കളിക്കുന്നത്. അതേപോലെ 2015 വന്ന കെവിൻ ഡി ബ്രൂയ്ൻ 10 വർഷമായി സിറ്റിക്ക് വേണ്ടി കുറെ കിരീടങ്ങളും നേടി. അങ്ങനെ അപ്പൊ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ മെസ്സി ബാഴ്സലോണയിൽ നിന്ന് വിട്ടുപോയി, അതേപോലെ നെയ്മർ ബാഴ്സലോണയിൽ നിന്ന് പോയി. അങ്ങനെ കുറെ ഇതിഹാസങ്ങൾ അവര് കുറെ പേര് വരും, അവര് പോകും. അതേപോലെ നമ്മള് ബാഴ്സലോണയിൽ തന്നെ നോക്കിയാൽ മതി, ഇനിയസ്റ്റ, സാവി പോലെ ആൾക്കാര് പോയപ്പോ ഇനി ബാഴ്സലോണയ്ക്ക് പുതിയൊരു പ്ലെയർ വരില്ല പറഞ്ഞാൽ അത് വന്നു. പെഡ്രി, ഗാവി പോലുള്ള പ്ലേയേഴ്സ് വന്നു. അതേപോലെ തന്നെ ഒരുപാട് ഇതിഹാസങ്ങൾ, പെലെ, മറഡോണ പോലെ ഉള്ള ഒരുപാട് പേര്, റൊണാൾഡോ, റൊണാൾഡീനിയോ, ഇവരൊക്കെ അവർക്കൊക്കെ ഓരോ പ്ലേയേഴ്സ് വരും. പക്ഷെ ഇതിഹാസങ്ങൾ എന്നും ഇതിഹാസങ്ങളായിരിക്കും. മിഡ്ഫീൽഡിനെ അടക്കി ഭരിച്ചിരുന്ന രണ്ട് ഇതിഹാസങ്ങളാണ് ഇവര്. ഇവർ രണ്ടാളും ഒക്കെയാണ്. ഒരാൾ 33 വയസ്സായിരിക്കും. കെവിൻ ഡി ബ്രൂയ്ന് 33 വയസ്സും തോമസ് മുള്ളർക്ക് 35 വയസ്സായിട്ടുണ്ട്. ഏകദേശം അവരുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോ ചിലപ്പോ 1-2 സീസൺ കൂടി സിറ്റിയിൽ വേണമെങ്കിൽ ഇവർക്ക് കളിക്കായിരുന്നു. പക്ഷെ ആശാന് ഓൾറെഡി പറഞ്ഞു. എന്താ പറഞ്ഞാൽ ഇപ്പൊ മേജർ ഒരു ഇഞ്ചുറി കഴിഞ്ഞ ശേഷം ഡി ബ്രൂയ്ൻ പഴയ ഫോമിലേക്ക് ബെൽജിയത്തിന്റെ ടീമിനും ക്ലബിനും വേണ്ടി കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആള് കയ്യേറ്റം നന്നാകുമ്പോ തന്നെ എടുത്ത് നിർത്താന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കും. നല്ല തീരുമാനമാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇനി എങ്ങോട്ടാണ് ആളുടെ പോക്കെന്ന് അറിയില്ല. അതേപോലെ തോമസ് മുള്ളർക്ക് ഒരു സീസണും 2 സീസണും കൂടി ക്ലബിൽ കളിക്കണമെന്ന് ആഗ്രഹം മാനേജറായിട്ട് മാനേജ്മെന്റ് റിന്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതിപ്പോ എത്ര അതെ അവര് പുതിയ താരം ഇറക്കിയ ഫ്യൂച്ചറിന് ഡെവലപ്മെന്റ് അവിടെ ഈ തോമസ് മുള്ളറിന്റെ പോലത്തെ ഒരു ഇതിഹാസം 35 വയസ്സായ ഇതിഹാസത്തിനെ കളിപ്പിക്കുന്നതിന് പകരം അതല്ല അവർക്ക് എന്താന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ ലാസ്റ്റ് ഇപ്പോ ഈ മുള്ളറ് വേണ്ടി ഒന്ന് ഇന്റർ മിലാന്റെ കൂടെ ഒരു ഗോൾ അടിക്കാൻ വേണ്ടി ഇത്ര പ്ലേയേഴ്സ്, ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു ഗോൾ അടിക്കാൻ വേണ്ടി മുള്ളറ് വേണ്ടി. ഈ മുള്ളറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഞാൻ ഈ ആളിനെ എനിക്കൊരു ഫുട്ബോൾ കളിക്കാനായിട്ട് തന്നെ എനിക്കൊരു ഫേസ് ടു ഫേസ് ആളുടെ ശരീരഘടനയെക്കാളും ഫുട്ബോൾ കളിക്കാനായിട്ട് തോന്നിയിട്ടില്ല. ഇങ്ങേരുടെ എന്ന് പറഞ്ഞാല് ഒരു ശൈലി, ഇങ്ങനെ ട്രിബിളിങ്ങോ അങ്ങനെയൊന്നുമില്ല. ആളുടെ ഒരു പ്രത്യേക കഴിവെന്ന് പറഞ്ഞാല് മിഡ്ഫീൽഡിൽ മറ്റുള്ള ആൾക്ക് ഒരു സ്ട്രൈക്കറിന്റെ സ്കില്ലോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഏത് വിധേനയും കളി ജയിക്കുക, ഗോൾ അടിക്കുക, ഇതാണ്. അതെന്താ പറയുക, ചിലപ്പോൾ മിഡ്ഫീൽഡർമാർ അവർ ബോൾ പാസ് ചെയ്യുമ്പോൾ ഇയാള് കറക്റ്റ് ആയിട്ട് പൊസിഷൻ എത്തിയിട്ടുണ്ടാവും. ബോൾ കിട്ടുന്നത് ചിപ്പ് ചെയ്യുന്ന ഗോൾ അടിക്കും. അയാള് കറക്റ്റ് ആയിട്ട് എത്തും. പക്ഷെ ഡി ബ്രൂയ്ൻ വേറെ. ഡി ബ്രൂയ്ന്റെ എന്ന് പറഞ്ഞാല് ശരിക്കും ട്രിബിളിങ്ങും സ്പീഡും അതും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു നല്ലൊരു മിഡ്ഫീൽഡ്. പെപ്പിന്റെ കീഴില് ചങ്ങായി എന്താ 50 മില്യൺ എന്താണ് സൈൻ ചെയ്ത് 2015. അപ്പൊ എല്ലാവരും പറഞ്ഞു ഈ ചങ്ങാൻ ആരും അറിയപ്പെട്ടില്ല അപ്പൊ. പക്ഷെ അതിനുശേഷം ഒരു ചരിത്രം സിറ്റിയുടെ കൂടെ എന്ന് പറഞ്ഞാല് വേറെ ലെവലിൽ കളിയായിരുന്നു ഡി ബ്രൂയ്നും പെഡ്രിയും കഴിഞ്ഞ സീസണിൽ നിന്ന് ഡൗൺ ആയതോടുകൂടി ഈ സീസണിൽ നിന്ന് ഡൗൺ ആയതോടുകൂടി സിറ്റിയുടെ കത്തിക്കൽ കഴിഞ്ഞ പോലെയാണ്. അതാണ് അവരുടെ അവസ്ഥ. പക്ഷെ ഏകദേശം ബയൺ മ്യൂണിക്ക് മുള്ളറിനുള്ള ബാക്കപ്പും അതൊക്കെ മുസിയാലയിലും അങ്ങനെയുള്ള പ്ലേയേഴ്സിലൂടെ കണ്ടുവച്ചിട്ടുണ്ട്. സിറ്റിക്ക് ഇനി ആരായിരിക്കും ഒരു ബാക്കപ്പാണ്. അപ്പോ ഇവരുടെ വിടവാങ്ങല് ജർമ്മൻ ക്ലബിനായാലും ജർമ്മൻ ഫാൻസിനായാലും അതേപോലെ സിറ്റി ഫാൻസിനായാലും ഭയങ്കര ഒരു തന്നെയാണ്. ബെൽജിയം അത് രാജ്യത്തിന് വേണ്ടി ചിലപ്പോൾ ഇനിയും കളിക്കും കുറച്ചു കാലം കൂടെ. അത് ഇതല്ല. പക്ഷെ സിറ്റിയിൽ നിന്ന് ഇനി സിറ്റിന്റെ നീലക്കുപ്പായത്തിൽ കാണാൻ പറ്റില്ല. അതേപോലെ ബയൺ മ്യൂണിക്കിന്റെ യൂണിഫോമിൽ ഇനി മുള്ളറിനെ കാണാൻ പറ്റില്ല. അതൊരു ഭയങ്കര നിരാശയാണ് അവരുടെ ഫാൻസിനെ സംബന്ധിച്ച്. പക്ഷെ ചുവപ്പ് കുപ്പായത്തിലും നീല കുപ്പായത്തിലും കാണാൻ പറ്റില്ല രണ്ട് ഇതിഹാസം. പക്ഷെ എന്താ പറഞ്ഞാൽ എന്തായാലും കാലം ഇങ്ങനെ കഴിയുന്ന ഫുട്ബോൾ ഇപ്പോ പുതിയ തലമുറയുടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോ മാറിപ്പോയേ പറ്റൂ. ഓക്കെ, അതാണ് ഇപ്പൊ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പൊ ആരായിക്കോട്ടെ ഫുട്ബോളിൽ നിന്ന് മാറി പുതിയ വഴിക്കാർക്ക് വഴി കൊടുക്കുന്നത് ഇപ്പൊ നടക്കുന്നത്. ഇനി ഇവരുടെ സ്റ്റാറ്റസിലേക്ക് കടക്കാം. ഇപ്പോ നമ്മള് കെവിൻ ഡി ബ്രൂയ്ന് 2015 വോൾസ്ബർഗിൽ നിന്നാണ് 50 മില്യൺ യൂറോയ്ക്കാണ് സിറ്റി സൈൻ ചെയ്യുന്നത്. അതിനുശേഷം 643 മത്സരങ്ങളിൽ നിന്ന് 153 ഗോളും 260 അസിസ്റ്റും. ഈ ചങ്ങായിന്റെ മെയിൻ വീക്ക്നെസ് അസിസ്റ്റാണ്. അസിസ്റ്റിലൂടെയാണ് ഇത്രയും കൂടുതൽ, ഗോളിനേക്കാൾ കൂടുതൽ അസിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ 6 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കപ്പ് എടുത്തിട്ടുണ്ട്. FA കപ്പ് 2, ഒരു ചാമ്പ്യൻസ് ലീഗ് സിറ്റിയുടെ കിട്ടാക്കനെയായിരുന്നു. അത് ഡി ബ്രൂയ്ന്റെ ഇതിൽ തന്നെ ഒരു സിറ്റി ഒരു ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്. അടുത്ത് മുള്ളറിലേക്ക് കടക്കാം.
മുള്ളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 27 വർഷം ബയൺ മ്യൂണിക്കിന് കളിച്ച താരം 308 ഗോളും പിന്നെ 319 അസിസ്റ്റും 12 ബുണ്ടസ് ലീഗ 2 ചാമ്പ്യൻസ് ലീഗ് കളിച്ചിരിക്കണെന്ന്. അതെന്താന്ന് പറഞ്ഞാല് ഈ ബയൺ മ്യൂണിക്കിന്റെ ഒരു കാലമായിരുന്നു ആ ഒരു 2 ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ച വർഷങ്ങൾ പറഞ്ഞാല് ബുണ്ടസ് ലീഗോടെ കത്തിക്കാറില്ല അവന്റെ ലീഗ് കളിക്കുന്ന സമയമായിരുന്നു. അപ്പൊ പറയാം. അപ്പൊ മുള്ളർ എന്ന് പറഞ്ഞാല് അവർക്ക് ജർമ്മന്റെ ഒരു ഇത് പറഞ്ഞാൽ ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലും വിജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു റോളായിരുന്നു മുള്ളർ വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ഒരു ടീമിലേക്ക് പോകാനോ ലോണിലോ ഒന്നുമില്ല. ബയണിന് വേണ്ടിട്ട് തന്നെ കളിച്ചിട്ട് 10-ാം വയസ്സിൽ തുടങ്ങിയിട്ട് 27 വർഷം ഒന്ന് ആലോചിച്ചോക്ക്. അപ്പൊ അത് യൂത്ത് ടീമിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. ടീമിനൊരു പാഷനായിട്ട്. അപ്പൊ എന്തായാലും ഈ 2 ഇതിഹാസങ്ങൾ ഈ 2 ഇതിഹാസങ്ങൾ പടി ഇറങ്ങുന്ന സമയത്ത് അത് ശരിക്കും ഫുട്ബോൾ പ്രേമികൾക്ക് ഇനി അവരുടെ കളി കാണാൻ പറ്റാത്തൊരു നിരാശ ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചേരും. ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.